ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. ചരിത്രമുറങ്ങുന്ന പാലക്കാട് നഗരത്തിലെ കോട്ടമൈതാനം മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഇടുങ്ങിയ റോഡിന് ഇരുവശവും പൊള്ളുന്ന ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ആർപ്പുവിളികളോടെ കാത്തുനിന്ന പതിനായിരങ്ങൾക്ക് നേരെ പുഞ്ചിരി തൂകി കൈവീശിയും കൈകൂപ്പിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പാലക്കാട്ടെ BJP പ്രവർത്തകരുടെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. പുഷ്പവൃഷ്ടിയുടെ അകമ്പടിയോടെയുള്ള റോഡ് ഷോയിൽ നരേന്ദ്രമോദിക്ക് തൊട്ടരികിൽ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നിലയുറപ്പിച്ചതോടെ BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രാരംഭം കുറിക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ കേരളത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് മണ്ഡലം പാലക്കാടാണ്. പാലക്കാട്ടെ BJP പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. മാന്യപ്രേക്ഷകർക്ക് ടോപ്പ് ഇൻ ടൗൺ സ്ഥാനാർത്ഥിക്കൊപ്പം പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ BJPയുടെ മുതിർന്ന നേതാവ്, യുവ നേതാവ് C. കൃഷ്ണകുമാറിൻ്റെ പ്രചരണ യാത്രയിലൂടെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് C. കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഒരു നഗരസഭ ഭരിക്കുന്ന, BJP ഭരിക്കുന്ന നഗരസഭ എന്നത് പാലക്കാടാണ്. വളരെ ആവേശത്തോടെയാണ് ആർപ്പുവിളികളോടെയും അതുപോലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് C. കൃഷ്ണകുമാർ എന്ന യുവസാരഥിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സ്വീകരിക്കുന്നത്. നമസ്കാരം കൃഷ്ണകുമാർ. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്നത്തെ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു A+ മണ്ഡലം കൂടിയാണ് പാലക്കാട്. എന്ത് രാഷ്ട്രീയ അജണ്ടയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. കാലാകാലങ്ങളായിട്ട് ഇവിടെ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികളും കേന്ദ്രത്തിനുണ്ട്. പക്ഷേ ആ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി പാലക്കാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാലാകാലങ്ങളായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊരു പരിഹാരമുണ്ടാവണം, അതിനൊരു മാറ്റമുണ്ടാവണം. ആ മാറ്റം മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന NDAയുടെ ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ടാവുന്നതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം, ഒരുപക്ഷേ ആ റോഡ് ഷോയിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് മോദിയുടെ കൂടെ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് വോട്ടർമാരുടെ ഇടയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതും ഈ അവസാന ലാപ്പിൽ, പ്രത്യേകിച്ച് ഇനി 3-4 ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബാക്കി, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും മോദിജിയുടെ ആരാധകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. വലിയ പ്രതീക്ഷയാണ് അവർക്ക് മോദിജിയിലുള്ളത്. ഈ രാജ്യത്തിൻ്റെ രക്ഷകൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രാപ്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് അവർ മോദിജിയെ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അവരെ ഒരു അവതാര പുരുഷനായിട്ടാണ് മോദിജിയെ കാണുന്നത്. വലിയ സന്തോഷമാണ് അവർക്ക് മോദിജിയുടെ ഫോട്ടോ കാണുന്നതും മോദിജിയെ പറ്റി സംസാരിക്കുന്ന സമയത്തും. ഒരു നോക്ക് കാണാൻ മോദിജിയെ എപ്പോഴെങ്കിലും കഴിയുമോ എന്നാണ് അവർ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും, മോദിജിയോടൊപ്പം സംസാരിക്കാനുള്ള അവസരം തരുമെന്നുള്ള ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ മോദിജി ഈ രാജ്യത്ത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതീക്ഷ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിരവധി സാധാരണക്കാരായുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ, പലരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് പാലക്കാടുണ്ട്. ഇവരാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഇവരുടെ മനസ്സാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവർ ഇന്ന് മോദിക്കൊപ്പമാണ്, NDAയ്ക്കൊപ്പമാണ്.
പ്രധാനമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട് വ്യവസായ മേഖല. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ വ്യവസായങ്ങൾ മുഴുവൻ ബെമൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ നരേന്ദ്രമോദി സർക്കാർ വിൽക്കുകയാണ് എന്ന ആരോപണമാണ് പൂർണ്ണമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ ഇതിനെ എങ്ങനെയാണ് BJP പ്രതിരോധിക്കുന്നത്? ഞാൻ പാലക്കാടത്തെ രണ്ട് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു ഇൻസ്ട്രുമെൻറ്റേഷനും ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസും. കോൺഗ്രസ് ഈ രാജ്യം നിരവധി കാലം ഭരിച്ചല്ലോ. ഇൻസ്ട്രുമെൻറ്റേഷൻ 97 മുതൽ ഇൻസ്ട്രുമെൻറ്റേഷനിലെ ജീവനക്കാർക്ക് ശമ്പള വർധനവ് കൊടുത്തിട്ടില്ല, അവരുടെ ശമ്പള കുടിശ്ശിക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2004 മുതൽ 2014 വരെയും ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ 2004 മുതൽ 2009 വരെയുള്ള ഒന്നാം UPA സർക്കാരിനുണ്ട്. എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പള വർധനവ്, ശമ്പള കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക ഇതൊന്നും കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ഇൻസ്ട്രുമെൻറ്റേഷൻ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കോട്ട യൂണിറ്റ് പൂട്ടി, പാലക്കാട് യൂണിറ്റ് പൂട്ടൻ്റെ വക്കിലായിരുന്നു. പക്ഷേ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മോദി സർക്കാർ 2017 വരെയുള്ള ശമ്പള കുടിശ്ശിക കൊടുത്തിരിക്കുന്നു, ശമ്പള വർധനവ് പേ കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു, ജീവനക്കാർക്ക് പെൻഷൻ കുടിശ്ശിക കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റേഷൻ ഇന്ന് ലാഭകരമായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്നു. ഇൻസ്ട്രുമെൻറ്റേഷനെ, പാലക്കാട് യൂണിറ്റിനെ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റായിട്ട് നിലനിർത്താനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ITI ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന് 1250 കോടി രൂപയാണ് മോദി സർക്കാർ വന്ന ശേഷം പുനരുദ്ധാരണ പാക്കേജായിട്ട് നൽകിയത്. അതിൽ 125 കോടി രൂപ പാലക്കാട് യൂണിറ്റിന് നൽകി. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഇൻസ്ട്രുമെൻറ്റേഷനെ ITIയോ അതിൻ്റെ പുനരുദ്ധീകരിക്കാനായിട്ട് UPA സർക്കാരിൻ്റെ സമയത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാളും വ്യക്തമാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നത് മോദി സർക്കാരാണ്. BSNL ഇന്ന് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് നഷ്ടത്തിൻ്റെ കൂപ്പ് കുത്തി BSNL അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. ഇന്ന് BSNL തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. മോദി സർക്കാർ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എന്താണ് കുറവ് കണ്ടെത്തി ആ കുറവ് പരിഹരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ A+ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. കേരളത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഏക നഗരസഭ ഉൾപ്പെടുന്ന പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയെന്നതിനേക്കാൾ വിജയിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിൻ്റെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. C. കൃഷ്ണകുമാർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെ BJP നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ ആവേശകരമായ പ്രവർത്തനമാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJP തങ്ങളുടെ വോട്ട് വിഹിതം ക്രമാതീതമായി വർദ്ധിപ്പിച്ച മണ്ഡലം കൂടിയാണ് പാലക്കാട്. 6,82,281 പുരുഷന്മാരും 7,15,849 സ്ത്രീകളും ഉൾപ്പെടെ 13,98,143 വോട്ടർമാരാണ് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. 29,793 പുതിയ വോട്ടർമാരുമുണ്ട്. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, കോങ്ങാട്, മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടും മലമ്പുഴയിലും BJP 2ാം സ്ഥാനത്തേക്കെത്തിയതും BJP പ്രവർത്തകരിലുണ്ടാക്കിയ ആവേശം ചെറുതല്ല. നേരത്തെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ BJPക്ക് 15% വോട്ടാണ് ലഭിച്ചതെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ C. കൃഷ്ണകുമാറിലൂടെ BJPയുടെ വോട്ട് വിഹിതം 21.4 കുത്തനെ ഉയർത്താൻ കഴിഞ്ഞതും BJP പ്രവർത്തകരിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും NDA ഘടകകക്ഷികളുടെയും നേതൃത്വത്തിൽ കൃഷ്ണകുമാറിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല.
പ്രത്യേകിച്ച് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഒരു IT പാർക്കിൻ്റെ സാധ്യത അത് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഈ IT പാർക്ക് എന്ന ആശയം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുമോ? തീർച്ചയായിട്ടും പാലക്കാടിന് വലിയ സാധ്യത തുറന്നു വന്നിരിക്കുകയാണ്. കാരണം ബാംഗ്ലൂർ വലിയ കുടിവെള്ളക്ഷാമമാണ്. IT കമ്പനികൾ മുഴുവൻ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാ ജീവനക്കാരെയും നാടുകളിലേക്ക് അയച്ചിട്ട് അവിടുന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ട്രാഫിക് ജാം, ഗതാഗത കുരുക്ക് ബാംഗ്ലൂരിൽ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജീവനക്കാർക്ക് ഓഫീസുകളിലെത്താൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുടിവെള്ളക്ഷാമം, ഇതെല്ലാം ബാംഗ്ലൂരിനോടുള്ള IT കമ്പനികളുടെ ആ പ്രിയം അവസാനിച്ചിരിക്കുകയാണ്. അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. യഥേഷ്ട സ്ഥലം കഞ്ചിക്കോട്, നമുക്ക് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ സമീപമുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഗതാഗത കുരുക്കില്ലാത്ത ദേശീയപാത നമുക്കുണ്ട്. ആ ദേശീയപാതയുടെ വികസനം വീണ്ടും വരാൻ പോകുന്നു. 6 വരി പാതയാക്കാൻ പോകുന്നു. പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു. മരുത റോഡിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് വരെയുള്ള പുതിയ 6 വരി പാത വരാൻ പോകുന്നു. പാലക്കാട് ഇതെല്ലാം വരുന്ന സമയത്ത് പാലക്കാടിന് വലിയ വികസന സാധ്യതയുണ്ട്. വികസന സാധ്യതയ്ക്കൊപ്പം ഈ IT പാർക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും പാലക്കാടിന് ഇത് ഗുണകരമായിട്ട് മാറും. എൻ്റെ ഒരു വാഗ്ദാനം അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാലക്കാട് IT പാർക്ക് കൊണ്ടുവരും. പാലക്കാട് നമ്മുടെ യുവതലമുറയ്ക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ടെക്നോളജി എല്ലാം കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാന സ്ഥാപനമായിട്ട് IT പാർക്കിനെ കൊണ്ടുവരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ജില്ലയാണ് പാലക്കാട്. പ്രധാനമായും കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം മറുവശം പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അതിനെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? പാലക്കാട്ടത്തെ നെൽകർഷകരുടെ നെല്ലിൻ്റെ സംഭരണ വില നൽകാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന സമയത്ത് പാലക്കാട്ടിലെ നെൽകർഷകർക്കും കൃഷിക്കാർക്കും ഒരു കാര്യം ബോധ്യമായി: ആരാണ് കർഷകരോടൊപ്പം എന്നുള്ളത്. കേന്ദ്ര സർക്കാർ 2014 മുതൽ നെല്ലിൻ്റെ സംഭരണ വില ഉയർത്തിക്കൊണ്ടുവരിക. 14 രൂപ 40 പൈസയായിരുന്ന സംഭരണ വില ഇന്ന് 21 രൂപ 63 പൈസയായിട്ട് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. അതേസമയത്ത് 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം കഴിഞ്ഞ 4 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ, ഇന്ന് 6 രൂപ 43 പൈസയായിട്ട് കുറച്ചിരിക്കുക. അപ്പോൾ യഥാർത്ഥ കർഷകനെ സഹായിക്കുന്നത് മോദിയാണെന്നും മോദി സർക്കാർ കാലാകാലങ്ങളിൽ സംഭരണ വില ഉയർത്തുന്നു, പിണറായി സർക്കാർ കാലാകാലങ്ങളായിട്ട് സംഭരണ വിലയിൽ കുറവ് വരുത്തുന്നു. കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൻ്റെ വില പോലും നൽകാതെ അവർക്കിപ്പോൾ വായ്പയായിട്ടാണ് കൊടുക്കുന്നത്. ആ വായ്പ പോലും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. കനറ ബാങ്ക് നൽകി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടില്ല. സംഭരിച്ച നെല്ലിൻ്റെ വില പോലും അവർക്ക് നൽകുന്നില്ല. അതേസമയത്ത് നരേന്ദ്രമോദി സർക്കാർ യൂറിയയുടെ സബ്സിഡി വർദ്ധിപ്പിച്ചു. 2500 രൂപയോളം വരുന്ന യൂറിയ 300 രൂപയ്ക്ക് താഴെ ഇന്ന് കർഷകന് ലഭിക്കുന്നു. കിസാൻ സമ്മാൻ പദ്ധതി വഴിക്ക് 15 ഇൻസ്റ്റാൾമെൻ്റായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 30,000 രൂപ അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നു. ഫസൽ ബീമ യോജന പദ്ധതി പ്രകാരം അവന് ഇൻഷുറൻസ് പരിരക്ഷ, വിളനാശം വന്നാൽ 80,000, 1 ലക്ഷവും 2 ലക്ഷം അവൻ്റെ കൃഷിഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച് അവന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നു. ഇതെല്ലാം നടപ്പാക്കുന്നത് മോദി സർക്കാരാണെന്ന് അവർക്കറിയാം. ഞാൻ നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയി. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന സ്ഥാപനമായിരുന്നല്ലോ മലബാർ സിമൻസ്. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ആളുകളാണല്ലോ. മലബാർ സിമൻസിൻ്റെ ചേർത്തല യൂണിറ്റ് അടച്ചുപൂട്ടി. പാലക്കാടുള്ള വാളയാറുള്ള മലബാർ സിമൻസിൻ്റെ യൂണിറ്റിൽ ഇന്ന് പകുതിയോളമാണ് പ്രൊഡക്ഷൻ. അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ, പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ മലബാർ സിമൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. ഓരോ ദിവസം കഴിയുന്നതോറും മലബാർ സിമൻസ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗം വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ല ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും ആളുകൾക്ക് തൃശ്ശൂരിനെയും അതുപോലെ തന്നെ കോയമ്പത്തൂരിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാട്ട് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം വികാസങ്ങളാണ് കൊണ്ടുവരിക എന്ന് സൂചിപ്പിക്കാം? മെഡിക്കൽ കോളേജ് എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ? ഞാനും ദാസ്തിയൊക്കെ പാലക്കാട്ടുകാരാണ്. നമുക്ക് മെഡിക്കൽ കോളേജ് തന്നെ വിളിക്കാൻ പറ്റും. മെഡിക്കൽ കോളേജ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിട്ടുന്ന ചികിത്സയിൽ അവിടെ കിട്ടുള്ളൂ. OP മാത്രം, കിടത്തി ചികിത്സയില്ല. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ദേശീയപാതയിലാണ്. ശരിക്കും ആക്സിഡൻറ്റ് ട്രോമ കെയറൊക്കെ വേണ്ടതാണ്. അതില്ല. ICU ഫെസിലിറ്റി ഇല്ല. കിടത്തി ചികിത്സ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പേരിന് മാത്രം അവിടെ ആരംഭിച്ചു. പക്ഷേ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. 10 വർഷമായിട്ട് ആ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് നമുക്ക് അപമാനമല്ലേ? ഉത്തർപ്രദേശിൽ 5 കൊല്ലം കൊണ്ട് അവിടെ യോഗി സർക്കാർ 75 പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ച് അതിൽ ചികിത്സ ആരംഭിച്ചു. നമ്മൾ 10 വർഷമായിട്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ചികിത്സാ രംഗത്ത് നമ്മൾ വളരെ പുറകിലല്ലേ. ഞാനും ദാസുജിയൊക്കെ ഒരു അത്യാഹിതം വന്നാൽ നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ, തൃശ്ശൂരൊക്കെയാണ്. ഹോസ്പിറ്റൽ ഭീമമായിട്ടുള്ള ബില്ലാണ്. ഇന്ന് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഞാൻ ഒരു കാര്യം പാലക്കാട്ടത്തെ വോട്ടർമാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ പാലക്കാടിലെ ലോക്സഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാട്ടുകാർക്കുള്ള ആദ്യത്തെ മോദി സർക്കാരിൻ്റെ സമ്മാനം പാലക്കാട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ചികിത്സാ രംഗത്ത് അവസാന വാക്കായിട്ടുള്ള 1000 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന എയിംസ് പാലക്കാട് കൊണ്ടുവരുന്നു ഞാൻ ഉറപ്പ് കൊടുക്കുക. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നുമില്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പുഷ്പവൃഷ്ടി നടത്തിയും ആരതിയൊഴിഞ്ഞും കൃഷ്ണകുമാറിനെ സ്വീകരിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചെറുപ്രസംഗങ്ങളിലൂടെ കൃഷ്ണകുമാർ വോട്ടർമാരോട് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യാഥാർത്ഥ്യമാവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സി കൃഷ്ണകുമാർ വോട്ടർമാരോട് സൂചിപ്പിക്കുന്നുണ്ട്. കലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, കുടിവെള്ളവും വീടും റോഡും, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള അവസരം, ഇതൊന്നും നമ്മുടെ പാലക്കാട് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഈ ആവശ്യങ്ങൾക്കൊന്നും പരിഹാരം കണ്ടിട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനുള്ള ഒരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് നേരിട്ട് വന്നത്. ായിട്ടുള്ള സ്വീകരണത്തിന് 1000 നന്ദി, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സണാണ് നമ്മോടൊപ്പം ഇരിക്കുന്ന ശ്രീമതി പ്രമീള ശശിധരൻ. നമസ്കാരം. ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്? പാലക്കാട് നഗരസഭ 2015 മുതൽ BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അന്ന് 2015 തന്നെ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിലെ പാലക്കാടിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയ ഒരു നഗരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജി അമൃത് പദ്ധതി ഇവിടെ തരികയുണ്ടായി. ഏകദേശം 321 കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചത്. 110 കോടി രൂപ പൈപ്പ് ലൈൻ, പഴയകാല പൈപ്പ് ലൈൻ, 100 വർഷത്തിലേറെയായിട്ടുള്ള പൈപ്പ് ലൈൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഡ്രെയിനേജുകൾ, അമൃതിൻ്റെ പാലങ്ങൾ, മേൽപ്പാലങ്ങൾ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാടിന് വേണ്ടിയിട്ട് അനുവദിച്ചു തന്നത്. കോവിഡ് വന്ന സമയത്ത് തെരുവോര കച്ചവടക്കാർ അവർക്ക് കച്ചവടമില്ലാതെ കുടുംബജീവിതം നയിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ സന്ദർഭത്തിൽ 10,000 രൂപ വെച്ചിട്ട് ലോണ് കൊടുക്കുകയും നിരവധി തെരുവോര കച്ചവടക്കാരെ അതിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെയർപേഴ്സൺ, വനിതാ ചെയർപേഴ്സൺ, അത് BJPയുടെ, അത് ശ്രീമതി പ്രമീള ശശിധരനാണ്. തങ്ങളുടെ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ BJPക്കാർക്കെല്ലാം തന്നെ ഒരു പ്രചോദനം കൂടിയാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കാരണം നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും 2015 ഞാൻ ജയിച്ചു വന്ന ശേഷമാണ് എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള അമൃത് പദ്ധതിയും അതുപോലെ തന്നെ പാലക്കാട് പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ പദ്ധതിയുമായി ഏകദേശം 3600ഓളം വീടുകളാണ് ഇന്ന് പാലക്കാട് നഗരത്തിൽ സ്വന്തമായിട്ടൊരു സ്ഥലമുള്ളവർക്ക് വീട് കൊടുത്തത്. പാലക്കാടിൻ്റെ MP നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാവും എന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടാണ് നരേന്ദ്രമോദിജി പോയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഒരു കേന്ദ്രമന്ത്രിസഭാ പദം, കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്ത ആളാണ് സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് സംഭവിച്ചേക്കാം. പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് സി കൃഷ്ണകുമാർ. പക്ഷേ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ CPM ആണ്, LDF ആണ്, 2 മണ്ഡലം UDF ആണ്. അവിടെ BJP സ്വാധീനമില്ല. എങ്കിലും എന്നിരുന്നാലും എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ വിജയിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മപ്രചോദനം ഉണ്ടാവുന്നത്? കൃഷ്ണകുമാർ 2000 നഗരസഭാ കൗൺസിലറായിട്ട് വന്നതാണ്. നഗരസഭാ കൗൺസിലറായി വന്നു എന്ന് മാത്രമല്ല, പാലക്കാടിൻ്റെ ജനഹൃദയത്തിൽ അദ്ദേഹം വളരെ നല്ലൊരു മാന്യമായിട്ടുള്ള വ്യക്തിയാണ്, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു ജനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനം തീർച്ചയായിട്ടും ഇപ്രാവശ്യം മോഡിജിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയ്ക്കും കൃഷ്ണകുമാറിനെ NDAയുടെ BJPയുടെ ഒരു MP സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള മനസ്സിലൊരു നല്ലൊരു ഉറപ്പുണ്ട്. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും IAM ഇവിടെ കൊണ്ടുവരും എന്നുള്ളൊരു വാഗ്ദാനം തന്നിരിക്കുകയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയും കേന്ദ്ര മന്ത്രിമാരോട് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ IAM കൊണ്ടുവരാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ. 3-4 ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും വീട്ടമ്മമാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. ഒരു വനിതാ ചെയർപേഴ്സൺ BJPയുടെ സാരഥി എന്ന നിലയിൽ പോകുമ്പോൾ
വീട്ടുകാരുടെ ഒരു പ്രതികരണം. കാരണം ഗ്യാസിന്റെ വില വർധനവ്, ഒരുപാട് ദുരിതങ്ങൾ ഇത് അനുഭവിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും. അത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് മറുപടി നൽകുക? കാരണം ചില സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. 2014 650 രൂപ ഗ്യാസിന് വിലയുണ്ടായിരുന്ന ആ സമയത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ ശമ്പളം 14,000 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 2024 അവരുടെ ശമ്പളം 1 ലക്ഷത്തിലധികമായിരിക്കുകയാണ്. ആ 1 ലക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഗ്യാസിന്റെ വില 985 രൂപയാണ്. 300 രൂപ കൂടിയത് കൊണ്ട് ഇന്ന് നമ്മുടെ ഈ വരുമാനം വീട്ടിൽ ചെലവഴിക്കുന്ന ഒരു സ്ത്രീക്ക്, നമുക്കറിയാം, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്ത് കൊടുക്കുന്നു, ഭാര്യയാണ് ചെലവഴിക്കുന്നത്. അതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ വില കൂടിയതിന് യാതൊരു പ്രശ്നവുമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പെട്രോളിന്റെ വിലയെക്കുറിച്ച് പറയുന്നു, പെട്രോളിന്റെ വിലയും ഇത് തന്നെയാണ്. നമ്മൾ കാലാകാലത്തിനനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ അന്നത്തെ ശമ്പളം വെച്ച് ഇന്നും ജീവിക്കാൻ പറ്റില്ല. ശമ്പളം കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുമല്ലോ. കേരളത്തിൽ ബിജെപിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണാണ് ശ്രീമതി പ്രമീള ശശിധരൻ. തീർച്ചയായും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ വീട്ടമ്മമാർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അത്തരം ഈ വോട്ടർമാരോട് ബിജെപിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഈ വോട്ടർമാരോട് പറയാനുള്ളത്? സ്ത്രീകളുടെ വോട്ട് ഇപ്രാവശ്യം മോഡിജിക്കാണെന്ന് യാതൊരു സംശയമില്ല. സ്ത്രീകൾ തീരുമാനിച്ചിട്ടുണ്ട്, വീട്ടിലുള്ള സ്ത്രീകൾ. ഇനി ഏത് രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, ഓരോ ആദർശത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഞങ്ങളുടെ വോട്ട് മോഡിജിക്കാണെന്നാണ് പറയുന്നത്. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നേട്ടങ്ങളായി കഞ്ചിക്കോട് IIT, ഫുഡ് പാർക്ക്, ഒറ്റപ്പാലത്തെ ഡിഫൻസ് പാർക്ക് എന്നിവയും സി കൃഷ്ണകുമാർ ഉയർത്തി കാണിക്കുന്നു. മണ്ണാർക്കാട് വഴി കടന്നുപോകുന്ന സംസ്ഥാനപാത നവീകരണത്തിന് 385 കോടി രൂപയും തൂത വഴിയുള്ള സംസ്ഥാനപാതയ്ക്ക് 288 കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ച കാര്യവും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു. പാലക്കാട് ജില്ലയിൽ 7 നഗരസഭകളുടെ അടിസ്ഥാന വികസന സൗകര്യത്തിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 323 കോടി രൂപ അനുവദിച്ച കാര്യവും എയിംസ്, കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IT പാർക്ക് എന്നിവ സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കാനും കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയായ കഞ്ചിക്കോട് മുതൽ വിവിധ സ്ഥാപനങ്ങൾ തുറക്കും. മോദിയുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള എല്ലാ പദ്ധതികളിലും പാലക്കാടിന് പ്രമുഖ സ്ഥാനം ഉണ്ടാവുമെന്നും സി കൃഷ്ണകുമാർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും വീടെന്ന സ്വപ്നവുമായി PMAY പദ്ധതി ആവിഷ്കരിച്ചതും കേന്ദ്രവിഹിതമായ 2281.79 കോടി രൂപ സമയബന്ധിതമായി കേരളത്തിന് നൽകിയതും. എന്നാൽ ഈ തുക ഉപയോഗിച്ച് ലൈഫ് എന്ന പേരിട്ട് സംസ്ഥാനം മറ്റൊരു പദ്ധതി നടപ്പിലാക്കിയെങ്കിലും വീടിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ പാലക്കാട്ട് IIT സ്ഥാപിച്ചിട്ടും അതിൻ്റെ പശ്ചാത്തലം ഉപയുക്തമാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പോലും കേരളത്തിലെ ഭരണാധികാരികൾ ആർജവം കാണിച്ചില്ല എന്നത് യുവതലമുറയോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട് നഗരവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, മലമ്പുഴ നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി സി കൃഷ്ണകുമാറിന്റെ വിജയം സുനിശ്ചിതമാക്കാനുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ ഊർജിതമായി നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. പാലക്കാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കോയമ്പത്തൂരിലേക്കാണ് ചെറുപ്പക്കാർ പോകുന്നത്. പഠിത്തം കഴിഞ്ഞവർക്ക് പോലും ജോലി സാധ്യതയില്ല. അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിനെ അവർക്ക് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം? ഈ രാജ്യത്തുള്ള എല്ലാ ഉന്നത പഠനത്തിലുള്ള സാധ്യതയും പാലക്കാട് ഉണ്ടാവണം. എല്ലാ പുതിയ കോഴ്സുകളും. ഇന്ന് ലോകം മാറി. പഴയ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഒപ്പം ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാവണം, അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ. അത്തരം അവസരം പാലക്കാട് ഉണ്ടാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. 2 സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഇൻഡസ്ട്രിയൽ കോറിഡോർ, ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി പാലക്കാട് വഴി കടന്നു പോകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ധാരാളം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികളടക്കം ഇന്ത്യയിലേക്ക് വരുന്നു. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഈ അടുത്ത ദിവസം വന്ന കണക്ക് 3% മാത്രം മൊബൈൽ ഫോൺ ആണ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തത്. ഇന്ന് അത് 98%. ഐഫോണും സാംസങ്ങും വിവോ, ഒപ്പം എല്ലാ ഇലക്ട്രോണിക്സ് കമ്പനികളും ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയായി. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ
രണ്ടും കൂടി സംയോജിപ്പിച്ചാൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പഠിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ വീട്ടുമുറ്റത്ത് തന്നെ ജോലി കിട്ടാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ തമിഴ്നാട്ടിൽ BJP-യുടെ ഏറ്റവും സമുന്നത നേതാവാണ് അണ്ണാമലൈ. സ്വഭാവ സംസ്ഥാന പ്രസിഡന്റാണ്. അണ്ണാമലൈ കോയമ്പത്തൂർ മത്സരിക്കുന്നു, കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കും. കൃഷ്ണകുമാറിന് വേണ്ടി അട്ടപ്പാടിയിൽ അണ്ണാമലൈ വോട്ട് ചോദിക്കുന്ന ഒരു രംഗം പോലും ശ്രദ്ധിച്ചു. നിങ്ങൾ രണ്ടുപേരുടെ സിമിലാരിറ്റി എങ്ങനെയാണ്? ഞാൻ വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് അന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി വന്ന സമയത്ത് ഞങ്ങൾ തൊട്ടടുത്ത റൂമുകളിലാണ് താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് പദവിയൊന്നുമില്ല. അദ്ദേഹം VRS എടുത്ത് നേരെ BJP-യിലേക്ക് ചേരാനായിട്ട് ചേർന്ന സമയമായിരുന്നു. അന്ന് ഞങ്ങൾ കുറേ നേരം ആദ്യം തന്നെ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചെല്ലാം. കഴിഞ്ഞ ഗണേശോത്സവ സമയത്ത് പാലക്കാട് ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയതും ശ്രീ അണ്ണാമലൈജിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് അദ്ദേഹം പാലക്കാട് വരുന്നുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് താല്പര്യമെടുത്തിട്ടാണ് വരുന്നത്. പാലക്കാട് അദ്ദേഹത്തിന് ക്യാമ്പയിൻ ചെയ്യണം, കൃഷ്ണകുമാറിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 20-ാം തീയതി വരുന്നത്. വോട്ടർമാരോട് കൃഷ്ണകുമാർ എന്താണ് പറയാറുള്ളത്? പാലക്കാടിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് ഉണ്ടാക്കണം. അത് വികസനത്തിലെ രാഷ്ട്രീയമോ ജാതിയോ മതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മറ്റെല്ലാ അജണ്ടയും മാറ്റിവെക്കണം. കാലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള യോഗ്യതയുള്ള ആരാണെന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. എനിക്ക് ഒരു കാര്യം പാലക്കാട്ടുകാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷം മോദി സർക്കാർ പാലക്കാടിനായിട്ട് നൽകിയ വിവിധ പദ്ധതികൾ മാത്രം ഒന്ന് പരിശോധിക്കപ്പെടണം. IIT, ഫുഡ് പാർക്ക്, ഡിഫൻസ് പാർക്ക്, 3 റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ നഗരസഭകൾക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 323 കോടി രൂപ, പുതിയ ദേശീയപാത പാലക്കാട് നിന്നും കോഴിക്കോട്ടിലേക്ക് 6 വരി പാതയാണ് വരുന്നത്, 10,000 കോടി രൂപയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. നിരവധി ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മോദി സർക്കാർ ഒരു ജനപ്രതിനിധി പോലും, ഒരാൾ പിന്തുണയ്ക്കാൻ പോലും ഇല്ലാതെ പാലക്കാടിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്തുണയ്ക്കാനുള്ള ഒരാൾ പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാടിന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ പട്ടിക എത്രയായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ടോപ്പ് നോൺ സ്ഥാനാർത്ഥിക്കൊപ്പം പരമ്പരയിൽ ചെർപ്പുളശ്ശേരിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നൽകുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടി കൃഷ്ണകുമാറിനെ ഫോക്കസ് ചെയ്യുന്നത്. കൃഷ്ണകുമാർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾ പാലക്കാട്ടേക്കും യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നത്. തീർച്ചയായും ഈ തിരക്കുകൾക്കിടയിലും ടോപ്പ് ഇൻ ടൗൺ സ്ഥാനാർത്ഥിക്കൊപ്പം പരമ്പരയിൽ പങ്കെടുത്ത കൃഷ്ണകുമാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല.